പണ്ട് ചാനൽ ചർച്ചയിലൂടെ വലിയ രീതിയിൽ വളർന്നു വന്ന ഒരു നേതാവാണ് സന്ദീപ് വാര്യർ. അദ്ദേഹം ഇപ്പോൾ നിരന്തരം അവർക്കെതിരെയുള്ള ആരാണോ അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നത് അവർക്കെതിരെ വെല്ലുവിളിയും അതോടൊപ്പം തന്നെ അനാവശ്യ പരാമർശങ്ങളും നടത്തുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പതിവ്. പണ്ടുകാലത്ത് നമുക്കറിയാമല്ലോ, കൃത്യമായി പഠിച്ച് ചർച്ചയ്ക്ക് വരികയും എതിരാളികളെ വെള്ളം കുടിപ്പിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചർച്ചകൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ചന്ത ചർച്ചകൾ മാതിരി മാറിയിട്ടുണ്ടല്ലോ. ഇപ്പോഴും എതിരാളികളെ വെള്ളം കുടിപ്പിക്കാൻ സന്ദീപ് വാര്യർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അത് സത്യം തന്നെയാണ്. ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, സന്ദീപ് വാര്യർ RSSൻ്റെ ഒരു ശാഖയിലൂടെ വളർന്നു വന്ന ഒരാളാണ്. വളരെ താഴെ തട്ടിൽ നിന്ന് RSS ഐഡിയോളജി എന്താണ് എന്ന് നല്ലവണ്ണം മനസ്സിലാക്കി വളർന്നു വന്ന ഒരാളാണ് സന്ദീപ് വാര്യർ. സന്ദീപിന് അത് പ്രകടിപ്പിക്കാനുള്ള ധാരാളം അവസരങ്ങൾ കിട്ടി. കുറച്ച് നാൾ മാധ്യമപ്രവർത്തനം ചെയ്തു. മാധ്യമപ്രവർത്തകനായിട്ടും അയാൾക്ക് ശോഭിക്കാൻ പറ്റി. ധാരാളം വായിക്കുകയും രാഷ്ട്രീയ എതിരാളികൾക്ക് ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുക്കാൻ കഴിയുന്ന ഒരാളാണ് സന്ദീപ് വാര്യർ. അങ്ങനെയുള്ളൊരു കഴിവ് ജന്മസിദ്ധമായിട്ടും പിന്നെ പരിശീലനം കൊണ്ടും ഒക്കെ സന്ദീപിന് ഉണ്ട്. അത് സന്ദീപ് ആർജിച്ചെടുത്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദീപിനെ നേരിടുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. സന്ദീപ് RSSലായിരുന്നപ്പോൾ കൃത്യമായിട്ടും ഏതൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ആ വിഷയത്തിൽ എതിരാളികളുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി വളരെ കൃത്യമായിട്ട്, അത് നെഹ്റുവിയൻ സോഷ്യലിസത്തിൽ തുടങ്ങി ഇങ്ങ് ഏറ്റവും അവസാനം ഈ സന്ദീപ് വാര്യർ BJP വിട്ടു പോകുമ്പോൾ VD സതീശനാണ് പ്രതിപക്ഷ നേതാവ്. അപ്പോൾ അങ്ങനെ ആ VD സതീശനിലും K സുധാകരനിലും വരെ, അല്ലെങ്കിൽ KC വേണുഗോപാലിൽ വരെ അതിനെ അറ്റാക്ക് ചെയ്യാൻ, ആക്രമിക്കാൻ സന്ദീപ് വാര്യർ കൃത്യമായിട്ട് അവരുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി അതിനെതിരെ ആഞ്ഞടിക്കാൻ സന്ദീപിന് കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വക്താക്കൾ വന്നിരുന്ന് ചാനൽ ചർച്ചകളിൽ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളിലെ പിഴവുകൾ മനസ്സിലാക്കി ആ പിഴവുകളിൽ പിടിച്ച് കൃത്യമായ മറുപടി കൊടുത്തു. അല്ല, അതെല്ലാം പഴങ്കഥകളല്ലേ. ഇപ്പോൾ അനാവശ്യമായ വിവാദങ്ങളാണ്. ഇന്നലെയും ഒരു ചർച്ചയിൽ കണ്ടല്ലോ, ഗോപാലകൃഷ്ണനോട് പറയുകയാണ് പല്ലടിച്ച് താഴെ ഇടുമെന്ന്. ആ രീതിയിലേക്ക് വെല്ലുവിളിയുടെ രാഷ്ട്രീയമാണോ ഇപ്പോൾ അദ്ദേഹം പയറ്റുന്നത്? അത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ, കാരണം ഇപ്പോൾ അവിടെ എത്തിയതല്ലേ ഉള്ളൂ, കോൺഗ്രസിൽ എത്തിയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആശയം പഠിക്കുന്ന ഒരു സമയത്ത് ഇത്തരം ചർച്ചകളിൽ വെല്ലുവിളിച്ച് മുന്നേറാമെന്നായിരിക്കും. അത് ആശയം പഠിക്കുന്നതല്ല, അതിനകത്തുള്ള രാഷ്ട്രീയം നമ്മൾ തിരിച്ചറിയണം. സന്ദീപിനെ സംബന്ധിച്ച് ആശയം പഠിച്ചെടുക്കാൻ ഇനി കുറച്ച് സമയം വേണമല്ലോ. അല്ല, കോൺഗ്രസ്സിന് അങ്ങനൊരു ആശയമുണ്ടോ? കോൺഗ്രസ്സിനെ സംബന്ധിച്ച് കോൺഗ്രസ്സിന് അങ്ങനൊരു ഈ പറയുന്ന ഐഡിയോളജി CPMോ BJPയോ ഒക്കെ മുന്നോട്ട് വെക്കുന്നത് പോലെ ഒരു പ്രത്യയശാസ്ത്രം കോൺഗ്രസ്സിനുണ്ടോ? അതില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ്സിനെ സംബന്ധിച്ച് അതൊരു ആൾക്കൂട്ടമാണ്. ആ ആൾക്കൂട്ടത്തിനെന്നും അപ്പോഴത്തെ വിഷയങ്ങളിൽ മേലുള്ള ചില നീക്കുപോക്കുകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രം അത് മതേതരത്വമാണെന്ന് അവർ പറയും, അത് ഈ ഭാരതത്തിൻ്റെ അഖണ്ഡതയാണെന്ന് അവർ പറയും. ഈ പറയുന്ന അങ്ങനെയുള്ള ചില ഗിമ്മിക്കുകളല്ലാതെ കോൺഗ്രസ്സിനൊരു വലിയ പ്രത്യയശാസ്ത്രമുണ്ട് എന്ന് കോൺഗ്രസ്സുകാർ പോലും കരുതുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സന്ദീപ് BJP വിട്ടു പോയതങ്ങോട്ടാ? കോൺഗ്രസ്സിലേക്കാണ്. ഈ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ BJPയുടെ മുഖ്യ എതിരാളി കോൺഗ്രസ്സാണ്. കേരളത്തിൽ മാത്രമാണ് BJPക്ക് CPMുമായിട്ട് കൂടി എതിരിടേണ്ടി വരുന്നത്. ഡൽഹിയിലൊക്കെ CPMും CPI ഒന്നും ആരും ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു പാർട്ടി ഉണ്ടോ എന്ന് പോലും ഇപ്പോൾ എല്ലാവർക്കും സംശയമാണ്. അതവിടെ നിൽക്കട്ടെ. കോൺഗ്രസ്സിനെ സംബന്ധിച്ച് സന്ദീപ് കോൺഗ്രസ്സിൽ ചെല്ലുന്നു. ഇന്ന് സന്ദീപ് നമ്മൾ മനസ്സിലാക്കണം, പാലക്കാട് തുടങ്ങി മലബാർ ബെൽറ്റിലാണ് സന്ദീപ് നിൽക്കുന്നത്. ആ മലബാർ ബെൽറ്റിൽ നിന്ന കാലത്ത് സന്ദീപിൻ്റെ പ്രധാന എതിരാളി, കോൺഗ്രസ് പ്രധാന എതിരാളി ആയിരിക്കുമ്പോൾ തന്നെ മുസ്ലിം ലീഗും സന്ദീപിൻ്റെ വാക്കുകളുടെ മൂർച്ച അറിഞ്ഞിട്ടുണ്ട്, അവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ സന്ദീപ് കോൺഗ്രസ്സിൽ ചെല്ലുമ്പോൾ അവിടെ കോൺഗ്രസ്സിനൊപ്പമുള്ളത് പണ്ട് സന്ദീപ് പരിക്കേൽപ്പിച്ചു വിട്ട മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും വിശ്വാസത്തിൽ എടുക്കണമെങ്കിൽ സന്ദീപിന് ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. കൃത്യമായ രാഷ്ട്രീയമാണ് അതിനകത്തുള്ളത്. അവിടെ സന്ദീപിൻ്റെ ആ കെണിയിൽ
കൊണ്ട് തലവെച്ച് കൊടുക്കുകയാണ് ബി ജെ പിയിലെ പല നേതാക്കളും. വാസ്തവത്തിൽ ശ്രീജിത്തിന് അറിയാമല്ലോ, കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്ന് തന്നെ പറയാം, ശങ്കുറ്റി ദാസുമായിട്ടൊരു ചർച്ച നടന്നു. അതുപോലെ യുവരാജ് ഗോകുലുമായിട്ട് ചർച്ച നടന്നു. അവിടെയൊക്കെ സന്ദീപിന് ആശയപരമായിട്ട് നിൽക്കാൻ പറ്റാതെ വ്യക്തിപരമായിട്ട് സന്ദീപ് ആക്രമിക്കുന്ന ഘട്ടത്തിലേക്ക് പോയി, ശങ്കുറ്റി ദാസിൻ്റെ നേരെയൊക്കെ. അത് ശങ്കുറ്റി ദാസ് അതിനനുസരിച്ച് തന്നെ മറുപടി കൊടുക്കുന്നതും നമ്മൾ കണ്ടു. അവിടെ ശങ്കുറ്റി ദാസും സന്ദീപും തമ്മിലുള്ള ആ വാക്കുകൾ കൊണ്ടുള്ള, അല്ലെങ്കിൽ ആ ഏറ്റുമുട്ടൽ, ചർച്ചയിലെ ഏറ്റുമുട്ടൽ, അല്ല, കോൺഗ്രസ് പ്രവർത്തകർ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, നേതാക്കളും ഇത്തരം അനാവശ്യ പരാമർശങ്ങൾ നടത്തുന്നതല്ല. ആകെയുള്ളത് ഈ ജ്യോതികുമാർ ചാമക്കാല. അദ്ദേഹം ഒരു പരാജയപ്പെടാനുള്ള മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാ മണ്ഡലങ്ങളും. അല്ലാതെ നാം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ പണ്ട് ചർച്ചയ്ക്ക് വരും, വിഷ്ണുനാഥ് വരും. അതോടൊപ്പം അപ്പോൾ ഇദ്ദേഹം കോൺഗ്രസിലെ പല നേതാക്കളെയും പോലെ അല്ലല്ലോ ഇദ്ദേഹം പെരുമാറുന്നത്. ഇത് കോൺഗ്രസ് പ്രവർത്തകർക്ക് എത്രത്തോളം സ്വീകരിക്കാൻ കഴിയും? ഇപ്പോൾ തുടക്കത്തിന്റെ ഒരു പുതുമോടിയിൽ കുറച്ച് നാൾ ഇങ്ങനെ അതൊക്കെ അതെ, അത്രേ ഉള്ളൂ. അത് സന്ദീപിനെ സംബന്ധിച്ചു ആ പുതുമോടി പരമാവധി ഉപയോഗപ്പെടുത്തണം, അതിനെ ചൂഷണം ചെയ്യാനാണ്. കാരണം ഇവിടുന്ന് ഇറങ്ങി അവിടെ കയറി അവിടെ തൻ്റെ കോൺഗ്രസിനോടുള്ള, UDF-നോടുള്ള പ്രതിബദ്ധത തെളിയിക്കണം, തൻ്റെ കടപ്പാട് ബോധ്യപ്പെടുത്തണം അവരെ. അതുകൊണ്ടാണ് സന്ദീപ് ഇത്തരത്തിൽ രൂക്ഷമായ ആക്രമണങ്ങൾ നടത്തുന്നത്. വളരെ ലളിതമാണ് അതിൻ്റെ അകത്തുള്ള രാഷ്ട്രീയം. ഞാൻ പരിപൂർണമായിട്ടും BJP വിരുദ്ധനായി എന്ന്, സംഘ RSS വിരുദ്ധനായി എന്ന് ഒപ്പം നിർത്തിയിരിക്കുന്ന കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അതിന് കൊണ്ടുപോയി തലവെച്ച് കൊടുക്കുകയാണ് ഗോപാലകൃഷ്ണനെ പോലെയുള്ളവർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം നന്നായിട്ട് സംസാരിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, സന്ദീപിനെ വ്യക്തിപരമായിട്ട് ആക്രമിക്കാൻ ചെല്ലുമ്പോൾ ആശയപരമായിട്ട് ആക്രമിക്കൂ, സന്ദീപിൻ്റെ നിലപാട് മാറ്റത്തെ ആക്രമിക്കൂ, അതൊക്കെ സന്ദീപിൻ്റെ ദൗർബല്യങ്ങളാണ്. അവിടെ സന്ദീപിന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ സന്ദീപിനെ വ്യക്തിപരമായിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ച് സന്ദീപ് അതിൻ്റെ 10 മടങ്ങ് ആക്രമിക്കും. നമുക്കറിയാം, പണ്ട് ജ്യോതികുമാർ ചാമക്കാലയുമായിട്ട് സന്ദീപ് ഒരു ചാനൽ ചർച്ചയിൽ വലിയ രീതിയിൽ ഏറ്റുമുട്ടുന്നത് കേരളം മുഴുവനും കണ്ടതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും, അത് ജ്യോതികുമാർ ചാമക്കാലയാണ് തുടങ്ങി വെച്ചത്. പക്ഷേ സന്ദീപ് അതിന് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കുകയും ചെയ്തു. അത് നമ്മൾ കണ്ടതാണ്. അതുപോലെ ഒരു ചാനൽ ചർച്ചയിൽ വേണുവുമായിട്ട്, മാതൃഭൂമിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ, അന്ന് ഈ അവതാരകനായിട്ട് ഇത് ചർച്ച നിയന്ത്രിക്കാനിരിക്കുന്നത് വേണുവാണ്. വേണുവുമായിട്ട് വളരെ ഭീകരമായ രീതിയിൽ സന്ദീപ് ഏറ്റുമുട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പുറത്ത് റഹീം ആയിരുന്നു ചർച്ചയിൽ. റഹീമിനെ കടുത്ത വാക്കുകൾ കൊണ്ട് സന്ദീപ് ആക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സന്ദീപിനെ സംബന്ധിച്ച് സന്ദീപ് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്, അത് ചെയ്യും, അയാൾക്കത് ചെയ്യാനുള്ള കഴിവുമുണ്ട്, നല്ല വാക്സാമർത്ഥ്യമുണ്ട്. ഇവിടെ സന്ദീപിനെ വളരെ കൃത്യമായിട്ട് കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും സന്ദീപിന് ബോധ്യപ്പെടുത്തണം, ഞാൻ ഒരു സമ്പൂർണ്ണമായി 100% RSS വിരുദ്ധനായി, BJP വിരുദ്ധനായി, എൻ്റെ രാഷ്ട്രീയം ഇനി ഇതാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഏത് വിധേനയും പൂട്ടിക്കാൻ, ഇവരെ നിലം പരിശാക്കാൻ എനിക്ക് സാധിക്കും, അതിനുള്ള തന്ത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തണം. കാരണം വളരെ കൃത്യമായിട്ട് മലബാർ ബെൽറ്റിൽ എവിടെ മത്സരിച്ചാലും മുസ്ലിം ലീഗിൻ്റെ വോട്ട് കിട്ടാതെ ഒരു കോൺഗ്രസ്സുകാരന് ജയിക്കില്ല. അത് നമുക്ക് ആര്യാടൻ മരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ആര്യാടൻ പിന്മാറിയതിന് ശേഷം നമ്മൾ കണ്ടതാണ്. 2016-ൽ 2021-ലും നിലമ്പൂർ മണ്ഡലത്തിൽ നമ്മൾ കണ്ടതാണ്. ആര്യാടൻ ഷൗക്കത്തും പ്രകാശുമൊക്കെ അവിടെ എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യത്തിന് ഉത്തരം മുസ്ലിം ലീഗ് എന്നുള്ളതാണ്. മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ഇല്ലാതെ കോൺഗ്രസ്സിന് മലബാറിൽ ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മലബാറിൽ അവരുടെ ഏത് സ്ഥാനാർത്ഥിയും വിജയിച്ചു വരണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ കൂടിയേ തീരുള്ളൂ. അത് മറ്റാരെക്കാളും നന്നായിട്ട് സന്ദീപിന് മനസ്സിലായി, സന്ദീപിന് അതറിയാം. സന്ദീപിൻ്റെ ഉള്ളിൽ ഒരു നല്ല രാഷ്ട്രീയക്കാരനുണ്ട്, നല്ല കുശാഗ്ര ബുദ്ധിയുള്ള, സൂത്രങ്ങൾ അറിയുന്ന, തന്ത്രങ്ങൾ ഒരുക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയക്കാരനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സന്ദീപ് ഈ പ്രകോപനം ഉണ്ടാക്കുന്നത് BJP-ക്കാർക്കെതിരെ. എന്തുകൊണ്ട് സന്ദീപ് ഇപ്പോൾ CPM-കാരുമായിട്ട് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് പോകുന്നില്ല? അതാണ് സന്ദീപിൻ്റെ തന്ത്രം. ഇവിടെ മലബാറിൽ ഇപ്പോഴും വളരെ കൃത്യമായിട്ട് ഒരു RSS വിരുദ്ധ, BJP വിരുദ്ധ, ഹിന്ദുത്വ വിരുദ്ധ രാഷ്ട്രീയം പയറ്റിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ.
അതിനാണ് സന്ദീപ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് സന്ദീപ് ഇത്തരം പ്രകോപനങ്ങൾ ഉണ്ടാക്കും. ആ വലയിൽ, ആ കെണിയിൽ ചെന്ന് വീഴാതെ നോക്കേണ്ടത് ചർച്ചയ്ക്ക് പോകുന്നവരുടെയും കൂടി ഉത്തരവാദിത്വമാണ്. ഇവിടെ വളരെ കൃത്യമായിട്ട് സന്ദീപിന് മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും കൂടുതൽ ബോധ്യപ്പെടുത്താൻ കഴിയുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് സന്ദീപിന് എന്തുകൊണ്ട് വിദേശത്ത്, പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ കൂടുതൽ പരിപാടികൾ കിട്ടുന്നു. മുസ്ലിം ലീഗിൻ്റെ സംഘടനകൾ ഒരുക്കുന്ന പരിപാടികളിലെല്ലാം സന്ദീപ് ഇപ്പോൾ ഒരു പ്രധാന ക്ഷണിതാവാണ്. സന്ദീപ് അവിടുത്തെ ഒരു പ്രധാന അതിഥിയാണ് അവരുടെ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം സന്ദീപും കോൺഗ്രസും മുസ്ലിം ലീഗുമായിട്ടുള്ള ഇപ്പോഴത്തെ ബന്ധം. അവർ വളരെ ആത്മാർത്ഥതയോടുകൂടി സന്ദീപിനെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ സന്ദീപിനും ആ ആത്മാർത്ഥതയ്ക്കൊരു നന്ദി കാണിക്കേണ്ടത് സന്ദീപിൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ സന്ദീപ് കിട്ടുന്ന അവസരത്തിലെല്ലാം ഈ തൻ്റെ RSS വിരുദ്ധത, BJP വിരുദ്ധത ഒക്കെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ അത് ആശയപരമായിട്ട് പ്രകടിപ്പിക്കാൻ സാധിക്കില്ല എന്ന് സന്ദീപിനറിയാം. അതുകൊണ്ട് തന്നെ നേതാക്കളെ കിട്ടുന്ന വാക്കിന് തലങ്ങും വിലങ്ങും അടിക്കുക, വാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കുക, അതാണ് സന്ദീപിൻ്റെ തന്ത്രം. അത് വളരെ ഭംഗിയായിട്ട് സന്ദീപ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സന്ദീപിന് അക്കാര്യത്തിൽ നേതാക്കൾ, BJPയുടെ ഭാഗത്തുനിന്ന് പോകുന്ന നേതാക്കൾ വളരെ തന്ത്രപരമായിട്ട് സന്ദീപിനെ കൈകാര്യം ചെയ്യുന്നതിന് പകരം ഇമോഷണലായിട്ട്, വികാരപരമായിട്ട് കൈകാര്യം ചെയ്യുമ്പോഴാണ് ഈ സന്ദീപിന് അത് കൂടുതൽ മുതലെടുക്കാൻ സാധിക്കുന്നത്, അത് കൂടുതൽ ചൂഷണം ചെയ്യാൻ സാധിക്കുന്നത്. നേരെ മറിച്ച് പ്രത്യയശാസ്ത്രപരമായി, ആശയപരമായി സന്ദീപിനെയോ അല്ലെങ്കിൽ സന്ദീപ് മുന്നോട്ട് വെക്കുന്ന വാദത്തെയോ ഖണ്ഡിച്ചാൽ, അങ്ങനെ ഖണ്ഡിക്കുന്നവരുടെ മുന്നിൽ സന്ദീപിന് അധിക സമയം പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതും ഒരു സത്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.